ഹലോ ഗായ്സ്, മലബോയ്സിൻ്റെ മറ്റൊരു പുതിയ തകർപ്പൻ കിടക്കാച്ച വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, നമ്മളപ്പോൾ ഇന്ന് ബഹ്റൈൻ്റെ നാഷണൽ ഡേ ആയിട്ട് ലൈറ്റ് കാണാനാണ് പോകുന്നത്. അപ്പോൾ അവിടുത്തെ പോളി അസലും ലൈറ്റുകളൊക്കെ കാണാൻ വേണ്ടി നമ്മൾ കാണുമ്പോൾ ബഹ്റൈൻ്റെ നാഷണൽ ഡേ 16-ാം തീയതിയാണ്. അപ്പോൾ പക്ഷെ ഞങ്ങൾ അന്ന് പോയതാണ്, പക്ഷെ ഞാനപ്പോൾ വ്ളോഗ് എടുക്കാൻ മറന്നുപോയി ഗൈസ്. അത് കാരണം നമ്മൾ ഇന്ന് പോണത് വീണ്ടും. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗായിരിക്കും. ഞാൻ കുറച്ച് ഫോട്ടോസും ബഹ്റൈൻ്റെ ലൈറ്റും അതൊക്കെ ഞാൻ കാണിച്ചു തരാൻ പോവാണ് ഗൈസ്. അപ്പം അതായിരിക്കും നമ്മളിന്ന് കാണാൻ പോണത് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് ചെന്നാലോ ഗൈസ്. പിന്നെ നമ്മളിപ്പോൾ വീഡിയോ ഇട്ടിട്ട് ഒരു ഏകദേശം 2-3 മാസമായിട്ടുണ്ട്. അപ്പോൾ അതിനൊരു സോറി പറയുന്നു. അച്ഛാ ഇപ്പോൾ പിന്നെ കുറച്ച് ബിസി ആയിരുന്നു. പിന്നെ ഈ കണ്ടൻറ് ആണെങ്കിലും ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വല്ലതും കണ്ടൻറ് കിട്ടുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും അത് ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് വിട്ടാലോ. ഇതാണ് നമ്മുടെ ലൈറ്റ്സ്. നമ്മളിപ്പോൾ അതിൻ്റെ ഉൾപ്പെടൊക്കെ തന്നെ എല്ലാ ലൈറ്റും കാണിച്ചു തരാൻ പോണത്. ഓക്കെ, അത് നമുക്ക് നേരെ കയറാൻ പോവാണ്. ഇത് ഫുൾ ലൈറ്റ് വെച്ചുള്ളൊരു ഡെക്കറേഷൻസിൻ്റെ സംഭവം. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു പോകുന്നത്. നല്ല ലൈറ്റ് വരുന്നത്. ഇനി നമ്മൾ ആ എൻഡിൽ അവിടം വരെ എത്തും. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എൻ്റെ അച്ഛനുണ്ട്. അപ്പോൾ നമ്മളിത് മാസ്ക് മാറ്റി തരാം. ഇതാണ് നമ്മുടെ സ്ഥാനത്തിൻ്റെ ഉള്ളിൽ. ഇതിൻ്റെ ഉള്ളിൽ ഫുൾ ലൈറ്റുകളൊക്കെ ആയിട്ടാണ് ഇവിടെ വെച്ചേക്കണത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊന്ന് വെറുതെ വെച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതായിരുന്നു. ഇനിയിപ്പോൾ ഇവിടെ മാസ്ക് വെച്ചെങ്കിൽ 30 പീഡിയാണ് ഫൈന്. കണ്ടോളൂ ഗൈസ്, കാണിച്ചു തരാം. ഇവിടെ കുറേ കാറുകളൊക്കെ പാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളും നമ്മുടെ കാറും ഇവിടെ തന്നെ പാർക്ക് ചെയ്തിരിക്കണത്. അതിൻ്റെ ഇപ്പുറത്ത് കുറേ ഇങ്ങനത്തെ റിംഗ് ക്വാളിറ്റി സാധനങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് നല്ല ഫോട്ടോ എടുക്കാം. അവിടെ ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു നല്ല സ്ഥലമാണ് ഇങ്ങോട്ട് വരുന്നത്. ഇത് ടൗണിലാണ്. ഇന്ത്യൻ സ്കൂളിൻ്റെ തൊട്ടടുത്താണുള്ളത്. അത് അവിടെ ബാക്കിലൊരു ബിൽഡിംഗ് ഉണ്ടോ, അതാണ് ഇന്ത്യൻ സ്കൂള്. അത് അവിടെ തന്നെ ഞാനും പഠിക്കുന്നത്. അതാണ് ഇവിടുത്തെ ഒരു ഇത്. ഇതിനടുത്ത ബഹ്റൈൻ്റെ ലോഗോ ഒക്കെ വെച്ചൊരു LED ബൾബ് പോലത്തെ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. അത് പൊളിയാണ് ഗൈസ്. ഓക്കെ ഗൈസ്, ദേ നമ്മുടെ ദീക്ഷിത് ക്രിയേറ്റിവിറ്റി ഓടിയും എത്തിയിട്ടുണ്ട്. എവിടെ പോയാലും ഇവൻ അവിടെ എത്തിച്ചേരും. ഇവൻ കള്ളനാണ്. നമ്മളിപ്പോൾ റിങ്സിൻ്റെ ഉള്ളിലാണ്. നമ്മുടെ ദീക്ഷിത് ക്രിയേറ്റിവിറ്റിൻ്റെ കുഞ്ഞനിയെത്തി. ഇതാണ് ആ റിങ്സ്. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ആയിരിക്കും നടന്നൊക്കെ പോവാൻ. ഒരു നല്ല കാറ്റുമുണ്ട്. നല്ല സുഖമാണ് ഗൈസ്. പിന്നെ ഇവിടെ ഈ മരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്നും ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് ഗൈസ് ഇവിടുത്തെ ഉള്ള ഒരു സംഭവങ്ങൾ. പിന്നെ അവിടെ കുറേ മരങ്ങളുണ്ട്. അപ്പോൾ അവിടെ ആ മരങ്ങളിൽ കുറേ ലൈറ്റ് ഒരു കവർ ചെയ്തിട്ടുണ്ട്. അത് അവിടെ അങ്ങ് അറ്റത്താണ്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. അവിടെ എത്തുമെന്ന് എനിക്കറിയില്ല.
ഒരു മിനിറ്റ്. ഓഫ്, സംഭവം സൂമാ അത്ര എൻ്റെ സൂമുള്ളൂ അല്ലേ. ഇത് അവിടെ കാണുന്ന മരത്തിൻ്റെ അവിടെ. പിന്നെ ഇത് നമുക്ക് ഇതിൻ്റെ നടുവിലിരുന്ന് ഇവരിങ്ങനെ ഫോട്ടോ എടുക്കണം, നമുക്ക് എടുക്കാം. അത് വിടും. ഇതേ ആണ് ഗൈസ്, ഇതാണ് എൻ്റെ സ്കൂൾ. ഇതേ ഇവിടെ ഞാൻ ഇതുവരെ പോകാത്തൊരു സ്കൂളാണ്. ബിക്കോസ് ഞാൻ വേറെ സ്കൂളിലായിരുന്നു. എന്നിട്ട് ആ സ്കൂളിൽ നിന്ന് ക്വിറ്റ് ചെയ്തപ്പോഴേക്കും കൊറോണ തുടങ്ങി. പിന്നെ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല ഈ സ്കൂളിൽ. കുറച്ച് പ്രോഗ്രാംസിന് ഞാൻ പോയിട്ടുള്ളൂ. ഈ സ്കൂളിൽ അതാണ് കേട്ടോ, നല്ല സ്കൂളാണ്. ഇവിടെ ബഹ്റൈനിലത്തെ ഏറ്റവും കുട്ടികളുള്ള സ്കൂളാണ്. അതാണ് ഒരു 11,000 സ്കൂൾ, അല്ല 11,000 എന്നിട്ട് ഞാൻ പറഞ്ഞത് 11,000 പിള്ളേരുള്ള പ്ലസ് പിള്ളേരുള്ളൊരു സ്കൂളാണത്. ഓക്കെ ഗൈസ്, ഇവിടെ അത് ഇത്ര വെള്ളം. ഇനി വേറെ വല്ലതും കാണണമെങ്കിൽ ഞാൻ ഒരു വീഡിയോ എടുക്കാം. ഗൈസ്, ദേ എൻ്റെ അമ്മയും പിന്നെ ദീക്ഷസ് ക്രിയേറ്റിവിറ്റിയുടെ അമ്മയും ദേ ഇവിടെ എത്തിയിട്ടുണ്ട്. അവര് കയറ്റാനായിപ്പോ ദേ വന്നിട്ടുണ്ട് ഇങ്ങോട്ട്. ദേ എന്റെ കർത്താവേ, ഇവനെയൊക്കെ വെച്ച് നോക്കുമ്പോ ഞാൻ എന്ത് മര്യാദക്കാരനാ. ദേ നമ്മുടെ ദിച്ചു ഫോട്ടോ ഡാൻസറിന്റെ ബ്രദർ മല്ലു ബോയ്സിന്റെ അമ്മ. ഞാൻ വിചാരിച്ചിരുന്നത് ഈ തല നിനക്കൊരു അലങ്കാര വസ്തു മാത്രമാണെന്ന്. ഇപ്പോഴാണ് എനിക്ക് ബോധ്യമായത് ഇത് നിറയെ ബുദ്ധി മിക്സ് ചെയ്ത. ഇത് ദിച്ചുവിന്റെ കുഞ്ഞനിയത്തി, ഇതവന്റെ അച്ഛനാണ്. ഇവരെല്ലാവരും നമ്മുടെ ഇവിടെ നിന്ന് ഒരു ചൂടായ ഒരു കോണ് കഴിക്കായിരുന്നു. പിന്നെ ഗൈസ്, ഈ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പോൾ ബഹ്റൈൻ നാഷണൽ ഡേ ഒക്കെ ഇല്ലേ, കുറച്ചൊന്ന് സബും കൂട്ടിത്തന്ന വെരി മച്ച് താങ്ക് യു. സാധാരണ അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ ഈ അടുത്തെങ്ങാണ്ട് ഇടുമായിരിക്കും ഒരു പുതിയ വീഡിയോ. അപ്പോൾ ആ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ പീസ് ഔട്ട്.